Hi friends, welcome to my channel. ഇന്ന് ഞാനിവിടെ വറുത്തരച്ച ചക്കക്കുരു കറി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചക്കക്കുരു കറി ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ തേങ്ങ വറുത്തെടുക്കുക. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. ഇനിയിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കുക. ഒരു തേങ്ങയുടെ പകുതി ചിരകിയത് ഇട്ടുകൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് നീരുള്ളി, ഒരു നീരുള്ളിയുടെ പകുതി മതിയാവും. പിന്നെ ഒരു വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു കഷ്ണം കറുവപ്പട്ട. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുക. ഇനിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ വറുത്തെടുക്കാൻ കുറച്ച് ടൈം പിടിക്കും. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കുക. അപ്പോൾ തേങ്ങ വറുത്തെടുക്കാൻ തന്നെ കുറച്ച് ടൈം പിടിക്കുന്നത്. പിന്നെ ചക്കക്കുരു കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാകുന്നത് വരെ വറുത്തെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു സ്പൂൺ മല്ലി പൗഡറും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് നേരം വറുത്തെടുക്കുക. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിയാക്കി എടുക്കുക. അരച്ചെടുക്കണ്ട, നല്ലതുപോലെ പൊടിയാക്കി എടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണിയാൻ വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചക്കക്കുരുവൊക്കെ ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. മുറിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടെല്ലാം എടുക്കാം. ഇപ്പം ഞാൻ പ്രഷർ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ക്ലീൻ ആക്കി വെച്ച ചക്കക്കുരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിലേക്ക് നമ്മൾ വറുത്തെടുത്ത തേങ്ങാക്കൂട്ടുണ്ടല്ലോ, അത് പൊടിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസ് 2 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2.5 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2 വിസിലെടുത്താൽ മതിയാകും. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ, ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലെടുക്കാം. ഇപ്പോൾ ഇതാ ചക്കക്കുരുവൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലുമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് ഇങ്ങ് ചേർത്ത് കൊടുക്കാം, കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾക്കൊന്ന് ഇതിലേക്ക് 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോൾക്കൊന്ന് ഇതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ചക്കക്കുരു തീയലില്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തേങ്ങ വറുത്തെടുക്കാനാണ് കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾക്കൊന്ന് നമുക്കിതിലേക്ക് 2 ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വെളുത്തുള്ളിയുടെ അല്ലി 2 കഷ്ണങ്ങളായി മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു നീരുള്ളിയുടെ പകുതി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയിട്ട് കലം പൊറന്നെടുക്കാം. ഉള്ളിയെല്ലാം ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ മൂപ്പിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വേവിച്ച് വെച്ച ചക്കക്കുരുവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചക്കക്കുരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ ചക്കക്കുരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.